ോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ള മെക്കാനിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമയോ പഠിച്ച് പാസ്സായിട്ട് വേണം അവർക്ക് കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴോ ആ യാതൊരു ബന്ധമില്ലാത്ത ഒരു നോളജും ഇല്ലാത്ത ഒരു ഡിഗ്രി എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമ എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടോടെ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമേ അതിനകത്ത് വരുന്നില്ല. കാര്യം ബേസിക് നോളജ് നിങ്ങൾക്ക് അറിയാൻ പറ്റി. എന്താണ് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് എന്താണെന്നും ക്യാം ഷാഫ്റ്റ് എന്താണെന്നും അതിനുള്ള കാര്യങ്ങൾ, പിന്നെ ഡ്രൈവ് ഷാഫ്റ്റ് എന്താണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ടൂ വീലർ ഓടിക്കുന്നവരാണെങ്കിൽ എല്ലാ ആൾക്കാരും റിയർ ആക്സിൽ ഏത് ഫ്രണ്ട് ആക്സിൽ ഏത് അതിനകത്ത് വരുന്ന പിസ്റ്റൺ എന്താണ്, പിസ്റ്റൺ റിങ്സ് എന്താണ്, ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ് എല്ലാം അറിയുന്നല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് ഒരു വണ്ടി റോഡിൽ ഓടുന്നത് അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ വീൽ ഉരുണ്ടു പോകുന്നു. വീൽ ഉരുണ്ടു പോകുന്നത് എന്തുകൊണ്ട് വീൽ ഉരുണ്ടു പോകുന്നു അറിയട്ടെ. വീലെങ്ങനെ ഉരുണ്ടു പോകുന്നു എന്താണെന്നറിയാൻ വയ്യ. അതിനകത്ത് കിടക്കുന്നത് എങ്ങനെയാണ് വീലുള്ളെന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഈ ക്ലാസ്സിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൂടുതലൊരു നോളജ് കിട്ടുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതേണൊരു കോഴ്സ് ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ വളരെ ഗുണകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ഇതിന് ശേഷം ഒരു സെക്ഷൻ ഞാൻ എടുക്കാനായിട്ട് സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ വരുന്നൊരു സെക്ഷൻ ഞാൻ എടുക്കും. വന്നിട്ട് അതിനകത്ത് റോഡ് നിയമങ്ങളെക്കുറിച്ചും പിന്നെ സുരക്ഷയെക്കുറിച്ചുമുള്ളൊരു ക്ലാസ് ആയിരിക്കും അതിന് വരുന്നത്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ് വളരെ എളുപ്പമായി മാറും എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട. അപ്പം തൽക്കാലം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വേവിസൻ സാറിന് തന്നെ വളരെ തിരക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം തന്നെ ഫോൺ കോളുകൾ വന്നു. ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്യണമെന്ന് രജീഷ് ഇത് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. രജീഷ് ഞാനുമായിട്ടുള്ള അടുപ്പം ഏതാണ്ട് 10-35 വർഷക്കാലത്തോളം അടുപ്പമാണ്. ഈ ഒരു ഫീൽഡിൽ വരുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഫീൽഡിൽ വരുന്നത്. അതിനുശേഷം രജീഷ് ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ഉറപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാണ് രജീഷ്. രജീഷ് ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇപ്പം തന്നെ ഒരു മാസ്റ്റർ ട്രെയിനറായിട്ട് ഇത്രയും വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാകാം. വലിയ അർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര വലിയ ഒരു മാസ്റ്റർ ട്രെയിനർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും പറ്റുന്നതല്ല. അപ്പം തീർച്ചയായിട്ടും ഇതിന് ഒരു ഭാവിയിൽ നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, വരാനിരിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.